എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്? ട്രഡീഷണൽ മാർക്കറ്റിംഗിനെ വെച്ച് നോക്കുമ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വലിയ മാറ്റങ്ങൾ തന്നെയാണ് ഇവിടെ സൃഷ്ടിച്ചത്. 2018 മുതൽ 2025 വരെ ഓൺലൈൻ ആൻഡ് ട്രഡീഷണൽ മാർക്കറ്റിംഗ് യൂസേഴ്സിന്റെ കമ്പാരിസൺ ആണ് നമ്മളിപ്പോൾ കാണുന്ന ഈ ഗ്രാഫ്. ഹലോ എവരിവൺ, വെൽക്കം ടു മലയാളം SEO പവർഡ് ബൈ വൈറ്റ് ഡവ് സൊല്യൂഷൻസ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ എങ്ങനെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന ഫീൽഡിൽ എത്തിയതെന്ന് പറയാം. ഡിജിറ്റൽ മാർക്കറ്റിംഗിനെ കുറിച്ച് ആദ്യമായി കേൾക്കുന്നത് റീൽസ് കണ്ടുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു. അതിൽ നിന്നും കൂടുതൽ വിവരങ്ങളൊന്നും എനിക്ക് ലഭിച്ചില്ല. പിന്നീട് വൈറ്റ് ഡവ് സൊല്യൂഷനിൽ എത്തിയപ്പോഴാണ് കൃത്യമായ വിവരങ്ങൾ എനിക്ക് ലഭിച്ചത്. എന്നെ പോലെ പലരുടെയും മനസ്സിൽ തോന്നിയ ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്കിന്ന് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്? ഓൺലൈൻ വഴി ബിസിനസ്സും കസ്റ്റമേഴ്സും തമ്മിലുള്ള കണക്ഷൻ ബിൽഡ് ചെയ്യുന്ന മാർഗമാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ട്രഡീഷണൽ മാർക്കറ്റിംഗിനെ അപേക്ഷിച്ച് ഡിജിറ്റൽ മാർക്കറ്റിംഗിനുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? 2018 മുതൽ 2025 വരെ ഓൺലൈൻ ആൻഡ് ട്രഡീഷണൽ മാർക്കറ്റിംഗ് യൂസേഴ്സിന്റെ കമ്പാരിസൺ ആണ് നമ്മളിപ്പോൾ കാണുന്ന ഈ ഗ്രാഫ്. ഇതിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും, ട്രഡീഷണൽ മാർക്കറ്റിംഗ് യൂസേഴ്സ് 2018 55% ആയിരുന്നുവെങ്കിൽ 2025 അത് 20% ആയി കുറഞ്ഞു. അതേസമയം 45% മാത്രമായിരുന്ന ഓൺലൈൻ ഉപയോക്താക്കൾ 2025 കൂടി അത് ഇരട്ടിയായി മാറി. ഇതിൽ നിന്നും ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഇമ്പോർട്ടൻസ് എത്രമാത്രം ഓരോ വർഷവും കൂടുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാം. പണ്ട് മാർക്കറ്റ് ചെയ്തിരുന്ന രീതി ടിവിയിലൂടെയോ പ്രിന്ററിലൂടെയോ റേഡിയോയിലൂടെയോ ഒക്കെ ആയിരുന്നുവെങ്കിൽ ഇന്ന് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ യുഗത്തിലെത്തിയപ്പോൾ അത് സോഷ്യൽ മീഡിയ, വെബ്സൈറ്റുകൾ, ഇമെയിൽ പോലെയുള്ള മാധ്യമങ്ങൾ വഴിയായി. അതുപോലെ ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്യുന്ന രീതി, അവരുമായി ഇന്ററാക്ട് ചെയ്യുന്ന രീതി, ഇതിന്റെ മുടക്കുമുതല്, അങ്ങനെ A to Z കാര്യങ്ങൾ ട്രഡീഷണൽ മാർക്കറ്റിംഗിനെ വെച്ച് നോക്കുമ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വലിയ മാറ്റങ്ങൾ തന്നെയാണ് ഇവിടെ സൃഷ്ടിച്ചത്. ഡിജിറ്റൽ മാർക്കറ്റിംഗിനെ 3 ഘടകങ്ങളായിട്ട് നമുക്ക് തിരിക്കാം: കണ്ടന്റ് മാർക്കറ്റിംഗ്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ആൻഡ് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ അഥവാ SEO. ബ്ലോഗ്സ്, ഇ ബുക്സ്, പോസ്റ്റ് എന്നിവയ്ക്ക് ആവശ്യമായിട്ടുള്ള വാല്യുബിൾ ആയിട്ടുള്ള കണ്ടന്റ്സ് ഓഡിയൻസിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യുവാനും അത് ഷെയർ ചെയ്യുന്ന പ്രോസസ്സിനെയുമാണ് കണ്ടന്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളായ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ട്വിറ്റർ അഥവാ X പോലുള്ളവ വഴി ആഡ്സിലൂടെയോ കണ്ടന്റിലൂടെയോ നമ്മുടെ ബ്രാൻഡുകൾ, പ്രൊഡക്റ്റുകളൊക്കെ പ്രൊമോട്ട് ചെയ്യുവാനും അത് കസ്റ്റമേഴ്സുമായി കൂടുതൽ എൻഗേജ് ചെയ്യാനുള്ള മാർഗമാണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് വഴി ഉപയോഗിക്കുന്നത്. ഗൂഗിൾ പോലെയുള്ള സെർച്ച് എഞ്ചിൻ റിസൾട്ടിൽ നമ്മുടെ വെബ്സൈറ്റിനെ മുൻനിരയിൽ എത്തിക്കുക എന്നതാണ് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ അഥവാ SEO വഴി ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ട ഓരോ കോമ്പൗണ്ട്സിനെയും കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് നെക്സ്റ്റ് വീഡിയോസുമായി നമ്മൾ വരുന്നതായിരിക്കും. അതുവരെ സ്റ്റേ ട്യൂൺഡ്. ഇത് നിങ്ങൾക്കായി മലയാളം SEO പവർഡ് ബൈ വൈറ്റ് ഡവ് സൊല്യൂഷൻസ്.